വേനൽക്കാലത്ത് മലയോര മേഖലയിലെ റോഡിലൂടെ പോവാൻ വല്ലാത്തൊരു വഴിവ് തന്നെയാണ്. ഇങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് നടന്നങ്ങ് പോവാം. മരത്തിൻ്റെയൊക്കെ ഇപ്പം വേനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ മരത്തിൻ്റെ ഇലകളൊക്കെ ഒരുപാട് ഇങ്ങനെ തൊഴിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കുറേ ദിവസങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേന് എല്ലാ മരങ്ങളുടെ എല്ലാ ഇലയും തൊഴിയും. എന്നിട്ട് നമുക്ക് ഇപ്പം ഇവിടെയൊക്കെ നിന്നിട്ട് വേറെ ദൂരോട്ടുള്ള മലകളോ സ്ഥലങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ മരത്തിൻ്റെ ഇല എല്ലാം തൊഴിഞ്ഞിറങ്ങുമ്പോഴത്തേനും അങ്ങോട്ട് ദൂരോട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം അങ്ങനെ കാണാനൊന്നും പറ്റില്ല. എന്തായാലും ഇവിടെ കൂടി ഇങ്ങനെ നടന്ന് പോകാനായിട്ട് ഒരു രക്ഷയില്ല. നല്ല സുഖമാണ്. നന്നായിട്ട് തണുത്ത ഈ വെയിലിൻ്റെ കൂടെ തന്നെ തണുപ്പുള്ള നല്ല കാറ്റും അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വൈബാണ്. ഞാനിപ്പം അങ്ങോട്ടിങ്ങനെ നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടുകുന്നിലെത്തി. നമ്മുടെ വീടിന് അങ്ങോട്ട് പോണ റോഡ് തിരിഞ്ഞ് ഇവിടെ നിന്നാണ് പോണത്. ഈ ഒരു മുക്കാണ്, ഇവിടെ ഒരു ജംഗ്ഷൻ പോലെയാണ്. അപ്പം ഇതിനെയാണ് കടുകുന്നെന്ന് പറയുന്നത്. അപ്പം നമ്മളിതും കഴിഞ്ഞിട്ട് ഞാനിനിയിപ്പോൾ പൊടിയത്തോട്ടാണ് പോണത്. പൊടിയത്തോട്ട് ഞാൻ പോണത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സഞ്ചരിക്കുന്ന റേഷൻ കടയിൽ അരി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി, അരി വാങ്ങാൻ വേണ്ടി അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ എല്ലാം പിടിച്ചുകൊണ്ടങ്ങ് പോവാമെന്ന്. അങ്ങനെ അന്ന് നമ്മളങ്ങനെ ഇപ്പം ഇതിൻ്റെ മേളിൽ കടുകുന്ന് ഇപ്പം താഴെയാണ്, മേളിൽ ഒരു കുന്നുണ്ട്. ആ കുന്നിലോട്ട് നമ്മൾ എത്തണം. ഇപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് കോൺക്രീറ്റാണ്. നമുക്കിനിയിപ്പം ആ കോൺക്രീറ്റിൽ കയറാം. കോൺക്രീറ്റിൽ കയറിയിട്ടുണ്ട്. കയറിയിട്ട് നമ്മളിനി കുറേ താഴെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു വളവുണ്ട്. അവിടെ ഒരു വളവ് കാണുന്നുണ്ട്. ആ വളവിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് റോഡ് കിടപ്പുണ്ട്. ഇത് മുത്തിപ്പാറ പോണ റോഡാണ്. ഈ മുത്തിപ്പാറ ഇതുവഴിയാണ് പോണത്. നമ്മളതും കണ്ടിട്ട് നമ്മൾ താഴെ ഇറങ്ങി. ഇനിയിപ്പം നമ്മളങ്ങ് കുറേ താഴെ ചെല്ലുമ്പോഴത്തേനും അവിടെ തലയെടുപ്പോടെ ഒരു മരം നിൽപ്പുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതാണ് ആ മരം. തലയെടുപ്പോടെ വർഷങ്ങളായി ഈ മരം. എത്രയോ പ്രായമുണ്ട് മരം. പക്ഷേ വലിയ സൈസൊന്നുമില്ല. പക്ഷേ എങ്കിലും നല്ല പ്രായമുള്ള മരങ്ങളാണ് അത് രണ്ടും. നമുക്കങ്ങനെ അതും കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി. ഇനിയിപ്പം ഇവിടെ നമ്മൾ പൊടിയത്തോട്ട് എത്തി. പൊടിയം സെറ്റിൽമെൻറ്റിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ വെച്ച് അങ്ങനെ